എക്സൈറ്റഡ് ആണോ? ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ ചേട്ടായനെയും മെലിസേനെയും കൂടി കൂട്ടിക്കൊണ്ട് പോകുന്നത് മലയഞ്ചിയിലേക്കാണ് കേട്ടോ. മലയഞ്ചിയിലേക്ക് ഇനി പോകണമെങ്കിൽ രാവിലെ പോകണം. എന്ത് സ്ഥലത്ത് പോകണമെങ്കിൽ രാവിലെ പോകണം. ഇവിടെ എല്ലാ ദിവസവും വൈകുന്നേരം മഴയാ കുഞ്ഞേ. മെലീസയുടെ പ്രാർത്ഥന കൊണ്ടാണെന്ന് തോന്നുന്നു മഴയൊക്കെ അങ്ങോട്ട് പോയി. പിന്നെ ഈ മലയഞ്ചി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് നൊസ്റ്റാൾജിയ ഉള്ള സ്ഥലമാണ് കേട്ടോ. മമ്മി ഒരു 14-13 വർഷത്തോളം ഈ സ്കൂളിലായിരുന്നു, ഈ കാണാൻ പോകുന്ന സ്കൂളിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ സ്കൂളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫാമിലി പോലെ തന്നെയായിരുന്നു. ഇവിടുത്തെ സ്റ്റാഫ്, അവരുടെ ഫാമിലി, നമ്മൾ എല്ലാവരും ശരിക്കൊരു ഫാമിലി ചെന്നൊരു ഫീലായിരുന്നു ഈ സ്കൂളിൽ ചെല്ലുമ്പോൾ. ഈ സ്കൂളിൻ്റെ താഴത്തോടെ പോകുമ്പോൾ ഒരാറുണ്ട്. ഈ ആറെന്ന് പറഞ്ഞാൽ കീഴാർകൂത്ത് എന്ന് പറഞ്ഞ വലിയൊരു വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗമായിട്ട് ഒഴുകി വരുന്നൊരാറാണ്. ശരിക്കും മഴയൊക്കെ ഉള്ള സമയത്ത് വലിയൊരാറാണ്, നിറച്ച് വെള്ളം ഒഴുകുന്ന ഒരു ആറാണിത്. ഞാനൊക്കെ പണ്ട് സ്കൂളിൽ പോകുമ്പോൾ സ്കൂളിൻ്റെ സൈഡിലൂടെ ഒരു വഴിയുണ്ട് ഈ ആറ്റിലേക്ക് ഇറങ്ങാൻ വേണ്ടി. അപ്പോൾ എപ്പോഴൊക്കെ സ്കൂളിൽ പോയാലും എപ്പോഴും ആറ്റിൽ പോവും. അത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പിന്നെ ഈ കാണുന്ന പാലം എന്ന് പറഞ്ഞാൽ അത് പണ്ടൊരു തൂക്കുപാലമായിരുന്നു. വലിയൊരു മരത്തിൽ നിന്ന് അടുത്തൊരു മരത്തിലേക്ക് നീണ്ടു കിടക്കുന്ന ഒരു തൂക്കുപാലം. അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, ചേട്ടായൊക്കെ നമ്മൾ തൂക്കുപാലത്തിൽ കയറുമ്പോൾ അറ്റത്ത് നിന്നിങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ മലയഞ്ചിയിലേക്ക് തിരിച്ചു വരുന്നത്. സത്യം പറഞ്ഞാൽ ഈ സ്ഥലത്ത് ഇപ്പോൾ എത്തിയപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവർ വെള്ളത്തിൽ കളിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുക എന്നല്ലാതെ ഇതിൽ ഇറങ്ങാനോ ഒന്ന് എൻജോയ് ചെയ്യാനോ ഒന്നും എനിക്ക് പറ്റുന്നില്ല. ഭയങ്കര നൊസ്റ്റാൾജിയ വന്നിട്ട് പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. 4ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കായിട്ട് അവധിക്കാലത്ത് സ്കൂളുകാർ നടത്തുന്നൊരു പരിപാടിയുണ്ട്. അതിൻ്റെ പേര് സഹവാസ ക്യാമ്പ് എന്നാണ് കേട്ടോ. അപ്പോൾ ആ സമയത്തൊക്കെ എല്ലാ സഹവാസ ക്യാമ്പിനും ഞാനും ചേട്ടായും മമ്മിയുടെ ഒപ്പം അവിടെ തന്നെ ഉണ്ടാവും. 4 പകലും 3 രാത്രിയാണ് സാധാരണ സഹവാസ ക്യാമ്പ് ഉണ്ടാക്കുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ സ്കൂളൊക്കെ ഇങ്ങനെ അലങ്കരിക്കാൻ വേണ്ടി മൊത്തം ഇങ്ങനെ ദീപമൊക്കെ കത്തിച്ച് വെക്കും. അപ്പം അത് കത്തിക്കാൻ വേണ്ടി നമ്മൾ പറക്കുന്നത് ഈ കാട്ടി വന്നിട്ട് മരോട്ടിക്ക എന്ന് പറഞ്ഞൊരു കായുണ്ട്. ആ കായ എടുത്തുകൊണ്ട് പോയിട്ട് അതിൽ എണ്ണ ഒഴിച്ചിട്ടൊക്കെയാണ് ഇങ്ങനെ തിരികളൊക്കെ കത്തിച്ച് വെക്കുന്നത്. അതൊക്കെ ഒരു ഭയങ്കര ഓർമ്മ തന്നെയാണ് കേട്ടോ. ഈ ഓർമ്മകളുടെയൊക്കെ സന്തോഷത്തിൽ ഒരു ചായയും കുടിച്ച് നേരെ വീട്ടിലോട്ട് ഇനി